ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? കുട്ടീസ് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന കിഡിലനും വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 3/4 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവ് ആയാലും കുഴപ്പമില്ല കേട്ടോ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തു. ഡോ കുഴയ്ക്കുമ്പോൾ ലൂസായി പോകരുത്, ഇത്ര തിക്നെസ് വേണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ തൊട്ട് പരട്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഒരു മിക്സ് റെഡിയാക്കണം. അതുവരെ ഇത് മാറ്റി വെച്ചാൽ മതി. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോഴായാൽ പോലും ഒരു പൊടി കട്ടകളില്ലാണ്ട് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിൽ കട്ടകൾ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് പേസ്റ്റ് പോലെ ആവണത്. നല്ലോണം മാഷ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില. വേപ്പിലയും മല്ലിയിലയും നല്ല നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കണേ. 1/4 ടീസ്പൂണിലും കുറവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എല്ലായിടത്തേക്കും ആവുള്ളൂ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ഇതിന് പകരം നാരങ്ങ നീര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്ക് 2 പൊടികളൊന്ന് എണ്ണയിൽ ചൂടാക്കി എടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നല്ലോണം ഒന്ന് എണ്ണയിൽ മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഇത് ഉരുളക്കിഴങ്ങിന്റെ മിക്സിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും നല്ലോണം മിക്സായി ഇത് മാറ്റി വയ്ക്കാം. എടുത്ത് വെച്ചേക്കുന്ന മാവ് ഒന്നും കൂടി കുഴയ്ക്കാം. നമുക്കിത് 2 പീസാക്കാം. ഒരെണ്ണം മാറ്റി വെച്ച് ഒരെണ്ണം എടുത്ത് പരത്താം. ഇത്ര കനത്തിൽ വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട്. റൗണ്ടിൽ പരത്തിയതിന് ശേഷം നമ്മളൊരു സ്ക്വയർ ആക്കാൻ പോവാണ്. സ്ക്വയറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ മിക്സ് പകുതി ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലോണം പേസ്റ്റ് പോലെ ആയാലേ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പകുതി ഭാഗം വെച്ചതിന് ശേഷം ഈ മുകൾ ഭാഗം ഇതിന്റെ മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. അടിയിൽ ഒട്ടിച്ചു കൊടുത്തോളൂ. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. മൈദയാകുമ്പോൾ ഇങ്ങനെ ഒട്ടുവിട്ട, ഗോതമ്പാവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് പരട്ടി ഒട്ടിച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല വെച്ച് സൈഡൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മോൾ ഭാഗത്ത് നിന്ന് കുറച്ച് സ്പേസ് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മോൾ ഭാഗത്ത് ഓരോ പനീർ പീസ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തേക്കണ ഓരോ പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചാൽ ചുരുണ്ടോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് 2 സ്നാക്കായിട്ടാണ് വരിക. മുകളിൽ നിന്ന് അടിയിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം. പനീർ പീസ് വെച്ചിട്ട് വേണം കേട്ടോ റോൾ ചെയ്യാനായിട്ട്. ഇതുപോലെ മുകളിൽ നിന്ന് അടിയിലേക്ക് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അടുത്തത് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. 2 ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തുട്ടാ. നമ്മൾ എടുത്ത അളവിന് 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാവ് കൂട്ട് കുറക്കൊക്കെ ചെയ്തോളൂ. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കളറിൽ വേണം നമുക്ക് ആക്കിയെടുക്കാം. സിമ്മിൽ മീഡിയത്തിൽ മാറി വെച്ച് ചെയ്താൽ മതി. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. സിമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ തോന്നും. ഒട്ടും റിസ്ക് അല്ല. ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഇതുപോലെ കുറച്ച് വെറൈറ്റി ഡിസൈനൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.